അപ്പോൾ ഗൈസ് എല്ലാവർക്കും ലക്ഷ്യം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൈ പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് നൈറ്റി ഫ്രോക്കിൽ ഫീഡിങ് ആട്ടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ ലൈക്ക് അടിച്ചോളി. അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ വന്നിട്ട് മീഡിയം സൈസിലാണ് വരുന്നത്, സ്ക്വയർ നെക്കാട്ട് വരുന്നത്. പിന്നെ ഫീഡിങ് ഇവിടെ ഒരു സിബ് കൊടുത്തിരിക്കണം. പിന്നെ കൈ വന്നിട്ട് അലാസ്റ്റിക് കൊടുത്തിക്കണം, സൈഡിലായിട്ട് ടൈ കൊടുത്തിക്കണം, ഏറ്റവും ലാസ്റ്റ് ഫ്രില്ല് കൊടുത്തിക്കണം കേട്ടോ. ഷേപ്പ് നോക്കിക്കോട്ടോ. അപ്പോൾ ഗൈസ് അടുത്ത കളക്ഷൻ കാണാം. അപ്പോൾ ഗൈസ് ഇപ്പം നമ്മൾ കാണിക്കുന്നതൊക്കെ മീഡിയം സൈസാട്ടോ കാണിക്കുന്നത്. സ്ക്വയർ നെക്ക് വന്നിക്കണം, സെൻട്രലായിട്ട് ഫീഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാറ്റിനും തുറന്ന് കാണിക്കുന്നില്ല, അങ്ങനെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ സൈഡിലായിട്ട് അലാസ്റ്റിക് കൊടുത്തിക്കണം, സൈഡിൽ ടൈ കൊടുത്തിക്കണം, ഏറ്റവും ലാസ്റ്റ് ഫ്രില്ല് കൊടുത്തിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഷേപ്പ് നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് ഷേപ്പ്. അപ്പോൾ ഗൈസ് അടുത്ത കളക്ഷൻ കണ്ടാ. അപ്പോൾ സ്ക്വയർ നെക്കാണ് വരുന്നത്, സെൻട്രലായിട്ട് ഫീഡിങ് കൊടുത്തിക്കണം, സൈഡിൽ കൈൻ്റെ അവിടെ അലാസ്റ്റിക് കൊടുത്തിക്കണം, സൈഡിലായിട്ട് ടൈയും കൊടുത്തിക്കണം, ഏറ്റവും ലാസ്റ്റ് ഫ്രില്ലാണ് വരുന്നത്. ഗൈസ് അടുത്ത കളക്ഷൻ കാണാം. ഗൈസ് ഷേപ്പ് നോക്കിക്കോട്ടോ. സ്ക്വയറിനൊക്കെ പിന്നെ ഫീഡിങ് കൊടുത്തിക്കണം സെൻട്രലായിട്ട്. പിന്നെ കൈയിൻ്റെ അവിടെ അലാസ്റ്റിക് കൊടുത്തിക്കണം, സൈഡിലായിട്ട് ടൈ കൊടുത്തിക്കണം, ഏറ്റവും ലാസ്റ്റ് ഫ്രില്ല് ഇട്ടാ. അപ്പോൾ ഗൈസ് അടുത്ത കളക്ഷൻ കാണാം. അപ്പോൾ ഗൈസ് അടുത്ത വന്നിട്ട് ഞാൻ കളറ് പറയണില്ല കേട്ടോ, കളർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ സെൻട്രലായിട്ട് ഫീഡിങ് കൊടുത്തിക്കണം, സൈഡിൽ കൈയിന് അലാസ്റ്റിക് കൊടുത്തിക്കണം, സൈഡിലായിട്ടൊരു ടൈയും കൊടുത്തിക്കണം, ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഫ്രില്ല് കൊടുത്തിക്കണം. അപ്പോൾ ഗൈസ് അടുത്ത കളക്ഷൻ കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇതുവരെ കാണിച്ച മീഡിയം സൈസാണ്, ഇനി വരുന്നത് മൊത്തം ലാർജ് ആട്ടോ. അപ്പോൾ ഇതൊക്കെ സെയിം തന്നെയാണ്, കളർ മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ. സെൻറ്ററിൽ ഫീഡിങ് കൊടുത്തിക്കണം, സൈഡിലായിട്ട് കൈയിന് അലാസ്റ്റിക് കൊടുത്തിക്കണം, സൈഡിലൊരു ടൈയും കൊടുത്തിക്കണം, ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഫ്രില്ല് കേട്ടോ. ഷേപ്പ് നോക്കിക്കോളി. അപ്പോൾ ഗൈസ് അടുത്ത കളക്ഷൻ കാണാം. ഇപ്പോൾ ഗൈസ് അടുത്ത വന്നിട്ട് ഇതൊക്കെ ലെങ്ത്ത് വരുന്നത് 47, 45 ആയപ്പോൾ ലെങ്ത്ത് വരും കേട്ടോ. അപ്പോൾ സെൻട്രലായിട്ട് ഫീഡിങ് കൊടുത്തിരിക്കുന്നത്, സ്ക്വയർ നെക്കാണ് വരുന്നത്, സൈഡിലായിട്ട് കൈക്ക് അലാസ്റ്റിക് കൊടുത്തിരിക്കണം, സൈഡിലൊരു ടൈയും കൊടുത്തിരിക്കണം, ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഫ്രില്ലായിട്ട് വരുന്നത്. ഷേപ്പ് നോക്കിക്കൊള്ളിട്ടോ. ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഫസ്റ്റ് തന്നെ, അപ്പോൾ വേഗം ഓർഡർ ആക്കിക്കോളി. ഗൈസ് അടുത്തൊരു കളക്ഷൻ കാണാം. ഷേപ്പ് നോക്കിക്കൊള്ളിട്ടോ. അപ്പോൾ സ്ക്വയറിനൊക്കെയാണ് വരുന്നത്, സെൻട്രലായിട്ട് ഫീഡിങ്, സൈഡിലായിട്ട് കൈ അലാസ്റ്റിക് കൊടുത്തിരിക്കണം, സൈഡിൽ ടൈയും കൊടുത്തിരിക്കണം, ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഫ്രില്ല് കേട്ടോ. ഗൈസ് മാക്സിമം നിങ്ങൾ ലൈക്ക് അടിക്കാൻ നോക്കുക കേട്ടോ. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.
അപ്പോൾ ഗൈസ് ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ലാർജ് സൈസ് ആട്ടോ. അപ്പോൾ സ്ക്വയർ നെക്ക് ഫീഡിങ് കൊടുത്തിരിക്കുന്നത് സെൻട്രലായിട്ട് ഇതാ ഇവിടെ ആയിട്ട് ഫീഡിങ് ഉണ്ട്. സൈഡിൽ അലാസ്റ്റിക് ടൈ കൊടുത്തിരിക്കുന്നത് സൈഡിലായിട്ട്. ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഫ്രില്ല് കേട്ടോ. അപ്പോൾ ഗൈസ് അടുത്ത കളക്ഷൻ കാണാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ കാണിക്കുന്നതൊക്കെ ലാർജ് സൈസാണ്. ഷേപ്പ് നോക്കി കേട്ടോ. സ്ക്വയർ നെക്ക് സെൻട്രലായിട്ട് ഫീഡിങ് കൊടുത്തിരിക്കണം. പിന്നെ സൈഡിലായിട്ട് അലാസ്റ്റിക് കൊടുത്തിരിക്കണം. സൈഡിലൊരു ടൈം കൊടുത്തിരിക്കണം. ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഫ്രിൽ കൊടുത്തിരിക്കണം. എങ്ങനെയുണ്ട്? അപ്പോൾ അടുത്ത കളക്ഷൻ കാണാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ കാണിച്ചിരുന്നത് ലാർജാണ്. ഇനി XL ആയിട്ട് വരുന്നത്. നമുക്ക് XXL തൊട്ടിട്ട് മീഡിയം സൈസ് വരെ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമ്മൾ കാണിച്ചു പോകും. എല്ലാ കളറും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി കാണിച്ചു പോകാം. നമുക്ക് സെൻട്രലായിട്ട് ഫീഡിങ് കൊടുത്തിരിക്കണം. സ്ക്വയർ നെക്കാണ് വരുന്നത്. സൈഡിൽ അലാസ്റ്റിക് കൊടുത്തിരിക്കണം. സൈഡിൽ ടൈ. ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഫ്രില്ല് കൊടുത്തിരിക്കണം. അപ്പോൾ അതിൻ്റെ റെഡ് കളർ കേട്ടോ. കളർ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ സ്ക്വയർ നെക്കാണ് വരുന്നത്. സൈഡിൽ അല്ല സെൻറ്ററിൽ ഫീഡിങ്, സൈഡിലായിട്ട് അലാസ്റ്റിക്, സൈഡിലായിട്ട് ടൈ കൊടുത്തിരിക്കണം. ഏറ്റവും ലാസ്റ്റ് ഫ്രില്ല് കൊടുത്തിരിക്കണം. അപ്പോൾ ഗൈസ് അടുത്ത് വന്നിട്ട് നമ്മൾ കാണിക്കണേ XL ആട്ടോ. ഷേപ്പ് നോക്കിക്കോളൂ. സ്ക്വയർ നെക്ക്, സെൻറ്ററിൽ ഫീഡിങ്, ബാക്കിയൊക്കെ സെയിം ആട്ടോ. സൈസ് മാത്രം വ്യത്യാസം വരുള്ളൂ. സൈഡിൽ അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ടൈ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. അടുത്ത കാണാം. ഗൈസ് ഷേപ്പ് നോക്കിക്കോട്ടോ. സ്ക്വയർ നെക്കാണ് വരുന്നത്. സെൻട്രലായിട്ട് ഫീഡിങ് കൊടുത്തിരിക്കണം. സൈഡിലായിട്ട് അലാസ്റ്റിക് കൊടുത്തിരിക്കണം. സൈഡിൽ ടൈയും കൊടുത്തിരിക്കണം. ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഫ്രില്ല് കൊടുത്തിരിക്കണം. അപ്പോൾ അടുത്ത കളക്ഷൻ കാണാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ കാണിച്ചിരുന്നത് XL ആണ്. ഇനി കാണിക്കാൻ പോകുന്നതൊക്കെ XXL കേട്ടോ. സ്ക്വയർ നെക്കാണ് വരുന്നത്. സിബ് ബാക്കിയൊക്കെ സെയിം ആട്ടോ ഗൈസ്. സൈഡിലായിട്ട് അലാസ്റ്റിക് കൊടുത്തിരിക്കണം. സൈഡിലായിട്ട് ടൈ. ഏറ്റവും ലാസ്റ്റ് ഫ്രില്ല്. ഷേപ്പും കൂടി നോക്കിക്കോളൂ. അപ്പോൾ ഇനി നമ്മളിങ്ങനെ കാണിച്ചു പോകാം കേട്ടോ. XL ആട്ടോ. ഗൈസ് ഇതുവരെ കാണിച്ചിരുന്നത് XXL ആട്ടോ. ഈ കാണാൻ പോണ് XXL ഇട്ടാ. നമുക്കിങ്ങനെ കാണിച്ച് വിടാൻ തിരക്കെ കാണിച്ച കളറാണ്. സൈസ് മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ ലെങ്ത് ഒക്കെ 47 വരുന്നുണ്ട്, 45 വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ ലാസ്റ്റത്തെ കളക്ഷനാണ് കേട്ടോ. അപ്പോൾ സ്ക്വയർ ടൈപ്പാണ് നെക്ക് വരുന്നത്. സെൻറ്ററിൽ ഫീഡിങ് കൊടുത്തിക്കണം. സൈഡിലായിട്ട് അലാസ്റ്റിക് കൊടുത്തിക്കണം. സൈഡിൽ ടൈ വരുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഫ്രില്ല് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഫീഡിങ് സിബുള്ള മോഡലായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഗൈസ്
ഫസ്റ്റ് തന്നെ ലൈക്ക് അടിച്ചോളി. അപ്പോൾ നമ്മൾ സ്പീഡിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ മീഡിയം തൊട്ടിട്ട് XXL സൈസ് വരെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കാണിച്ച കളറിനെ കാണിക്കേണ്ട ആവശ്യമാണ് ഇങ്ങനെ സ്പീഡിൽ അടിച്ച് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം പോയിട്ട് ലൈക്ക്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ ഇത് മസ്റ്റായിട്ട് എനേബിൾ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ശരി ഗൈസ്, പോയിട്ടാണ്.